നമ്മളോട് അവിടുത്തെ ഉപദേശമാണ്. നമ്മളെ ദുനിയാവും ആഖിറും രക്ഷപ്പെടാനാണ് ഉമ്മമാരെ നമുക്ക് ചില നിയമങ്ങളിൽ നമ്മളെ പരിമിതപ്പെടുത്തിയത്. ഇവിടെ ആർത്താടി ഉല്ലസിക്കാനുള്ള ലോകമല്ല, പരിധിയിലും പരിമിതിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള ലോകമാണ്. ഉല്ലസിക്കാനും ആസ്വദിക്കാനും ഒരു ലോകം വേറെ വരാനുണ്ട്. അത് സ്വർഗലോകമാണ്. ആ സ്വർഗലോകത്തിന് വേണ്ടി ഇവിടെ ക്ഷമയോടെ ജീവിക്കേണ്ടതാണ്, സൂക്ഷ്മതയോടെ കഴിയേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പാലിച്ച സൂക്ഷ്മതയില്ലേ, ആ സൂക്ഷ്മതയുടെ അപ്പുറം ഒന്നും നമ്മൾ സ്വീകരിക്കരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഇഷ്ടം പോലെ ശിഷ്യഗണങ്ങൾ രാവിലെ ആയാൽ ആ വീട്ടിലേക്ക് എത്താറുണ്ട്. അവരാരും ആയിഷ ഉമ്മയെ കണ്ടിട്ടില്ല. കണ്ടവരാരാ? സ്വന്തം ജ്യേഷ്ഠത്തിയുടെ മക്കള് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുടെ മക്കളും കണ്ടിട്ടുണ്ട്. അവരൊക്കെ കാണൽ ഹലാലായവരാണ് എന്നല്ല ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടില്ലേ? അവരൊക്കെ കണ്ടിട്ടുണ്ട്. പിരിയും നീക്കി അപ്പുറത്ത് പോയി സംസാരിച്ചിട്ടുണ്ട്. വിദൂരങ്ങളിൽ നിന്ന് വരുന്ന പഠിതാക്കൾ മറയുടെ ഇപ്പുറത്തിരുന്ന് ഹദീസ് കേട്ടിട്ട് തിരിച്ചു പോകുന്നു എന്നതല്ലാതെ സമ്പർക്കങ്ങളില്ല, സങ്കലനങ്ങളില്ല, പരസ്പരം കാഴ്ചയിലില്ല. സങ്കടത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ ഒത്തുചേർന്ന പല കുടുംബക്കാരും പെരുന്നാളിലോ റമളാനിലോ മറ്റു സദ്യകളിലോ ഉണ്ണാനിരിക്കുമ്പോ ഒപ്പം ഇരുന്ന് കാണാനും ഭക്ഷിക്കാനും പറ്റാത്തൊരു നിയമം പറഞ്ഞ ഒരു പെണ്ണിനെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിയിട്ട് ഭക്ഷണം വാരിക്കോരി കൊടുക്കുന്നത് മുസ്ലിങ്ങളെ നമുക്ക് പറ്റൂല. നമുക്കങ്ങനത്തെ ഒരു ചാൻസ് അനുവദിക്കപ്പെട്ടിട്ടില്ല. എന്തിനാന്നറിയോ? സ്വന്തം ഭർത്താവ് അപ്പുറത്തുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ദൃഷ്ടിയില് ആ ഭർത്താവിനെക്കാളും സ്നേഹവും സന്തോഷവും സുകുമാര്യതയും മറ്റൊരാളെ കണ്ണിലങ്ങ് വന്നുപോയാൽ അതുവഴി നമ്മളോടുള്ള സ്നേഹവും സൗന്ദര്യവും സൗരഭ്യവും നമ്മളോടുള്ള സമ്പർക്കവും കുറവ് വന്നുപോയാൽ അത് നമ്മുടെ മക്കളെ ബാധിക്കും, നമ്മുടെ പേരമക്കളെ ബാധിക്കും, അവരെ സ്നേഹത്തിനെയും പരിചരത്തെയും ബാധിക്കും, എല്ലാ തലങ്ങളെയും ബാധിക്കും. അതിനാണ് പഴുതടച്ച് വിശുദ്ധ ഇസ്ലാം കാണാൻ പറ്റാത്തവരെ മാറ്റി നിർത്തിയത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിയമം പറഞ്ഞപ്പോ ഒരു സ്വഹാബി വര്യൻ ചോദിച്ചില്ലേ, ഓ നബിയേ അഫറൈതൽ ഹംവാ, ഭർത്താവിന്റെ കുടുംബക്കാരോട് ബന്ധപ്പെടുന്നതിനെ പറ്റി, അവരോട് സ്വന്തക്കാരെ പോലെ ഇടപഴകി ജീവിക്കുന്നതിനെ പറ്റി തങ്ങളെന്ത് പറയുന്നു നബിയേ? തങ്ങളെ മറുപടി അൽ ഹംബു അൽ മഊത്ത്, ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കളായ ആളുകളോട് ഭർത്താവിനോട് ബന്ധം പുലർത്തുന്നത് പോലെയുള്ള ബന്ധമില്ലേ, അൽ മൗതു, അത് മരണതുല്യമാ. ആത്മഹത്യകൾ കേൾക്കാറുണ്ടോ? മറ്റു സന്ദർഭങ്ങളിൽ പോയി മരിക്കുന്നത് കേൾക്കാറുണ്ടോ? ചാടി അകലുന്നത് കേൾക്കാറുണ്ടോ? പല നിമിത്തങ്ങളും പല രൂപത്തിലും പറഞ്ഞേക്കുമെങ്കിലും ഒരു കാരണം ഇതുകൂടിയുണ്ട്. ജീവിതം അവസാനിച്ച എത്ര കഥകളുണ്ട്, എത്ര കഥനക്കഥകളുണ്ട്. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. നിയമ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റം ചെയ്തേക്കരുത്. ഒരു കല്യാണങ്ങളും ഒരു സദസ്സിലും ഒരു സൽക്കാരങ്ങളിലും മാറ്റം വരുത്തരുത്. ഒരു യാത്രകളിലും നമ്മൾ മാറ്റം വരുത്തി പോകരുത്. വളരെ കർശനമായ രീതിയിൽ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ ഉമ്മമാരെ നമ്മുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാനാ, നമ്മുടെ അഭിമാനവും അന്തസ്സും ദുനിയാവിലുള്ളതുപോലെ ആഖിറത്തിലും പരിരക്ഷിക്കാനാ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, സഹോദരി എന്ന് പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നത് നല്ല സൗന്ദര്യം അല്ലാഹു നൽകിയ സൃഷ്ടിയാണ്. ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഇസ്തശ്റഫഹ ശൈത്വാൻ,
പിശാച് വെളിവായിട്ട് പറയും, ഒന്നങ്ങ് നോക്ക്, നിന്നെ നോക്കാനാണ് അവരിയ്ക്കുന്നത്, നോക്കിയിട്ടില്ലെങ്കിൽ ഇവനൊരു ചാൻസ് പോകൂലേ, ഒന്ന് ഇങ്ങോട്ട് നോക്കി, ഇവരെത്ര നേരമായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്, ഒന്നങ്ങ് ചിരിച്ചേ, ഒന്നങ്ങ് സംസാരിച്ചേ. തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാകും. ആ ഒരു പ്രദർശന വസ്തുവാക്കിയിട്ട് നമ്മൾ മാറിക്കൂടാ. നമ്മളോട് തങ്ങൾക്ക് വലിയ ഇഷ്ടമായത്, ഉമ്മമാരോട് വലിയ ഇഷ്ടമായത്, നമ്മളെ ആഖിറം രക്ഷപ്പെടുത്താനാണ് ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്. നല്ല സൗന്ദര്യമുള്ള മഹദിയായിട്ടും ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എത്ര ഒതുക്കത്തോടെ ജീവിച്ചു, എത്ര ഹയാഓടെ ജീവിച്ചു. ആ ഹയാ ഉമ്മമാരെ കൈവടിയല്ല. സങ്കടങ്ങൾ തോന്നുന്നുണ്ട്. എന്റെ ഉപ്പമാരോട് ഞാൻ പറയട്ടെ, ഭർത്താക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന മേഖലകളിലേക്കൊക്കെ നിങ്ങൾ തന്നെ പോകണം. അതിന് ഒഴിവും കഴിവും കാണണം. സഹോദരിമാരെ ഉന്തിവിടല്ല. കൊണ്ടോട്ടിയിലും മറ്റു സ്ഥലങ്ങളിലും നടക്കുന്ന ചന്തകൾക്ക് നിങ്ങൾക്കങ്ങ് പോകാം. അതിന് ഉമ്മമാരെ കെട്ടിയേക്കല്ല. ഓഫീസുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയുന്നതിന്റെ പരമാവധി നമ്മൾ പോകണം. ഏതെങ്കിലും തരത്തിൽ രോഗമോ മറ്റു അത്യാവശ്യ കാര്യങ്ങളോ വന്നാലൊഴികെ മിക്ക സന്ദർഭങ്ങളിലേക്കും നമ്മൾ പോകണം. എന്തിനാണെന്നറിയോ? നമ്മുടെ സഹോദരിമാരെ മാത്രം ലാക്കാക്കിയിട്ട് പലരും നിൽക്കുന്നുണ്ട്, പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം, നല്ലോണം നമ്മൾ സൂക്ഷിക്കണം. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലെ ഇന്ത്യ രാജ്യത്ത് ശിരോവസ്ത്രം നിരോധിക്കപ്പെട്ടിട്ടില്ല. തലമറച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ ഇപ്പോഴും മൗലികാവകാശമുണ്ട്. അതേ സമയത്ത് ഫ്രാൻസിലുള്ള മുസ്ലിം സഹോദരിമാർ സ്കൂളിലേക്ക് പോകാൻ കഴിയാതെ 2, 3, 4 കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് അവരുടെ വീട്ടുമുറ്റത്തൊരു ഷെഡ് കെട്ടിയിട്ട് ഭൗതിക വിദ്യ നേടുകയാ. തലമറച്ച് പ്രവേശനമില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു നിയമത്തിന്റെ പഴുത് വരാൻ നമ്മുടെ ഉമ്മമാരെ നമ്മൾ കാരണവസ്തുക്കളാക്കരുത്, നമ്മുടെ ഭാര്യമാരെ കാരണവസ്തുക്കളാക്കരുത്, നമ്മുടെ പെൺമക്കൾ അതിനുള്ള മാർഗങ്ങളാക്കരുത്. എന്തേ? തലയിലൊന്നും ധരിക്കാതെ മദ്രസയിൽ 2 മണിക്കൂർ 1 മണിക്കൂറിന് മാത്രം മഫ്തയും തട്ടവും ഇട്ട് വന്ന് 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഈമാനങ്ങ് പോയി, ഇഖ്ലാസങ്ങ് ചോർന്നൊലിച്ചു പോയി. പിന്നെ പോകുന്ന കലാലയങ്ങളിലേക്ക് കാണുന്നതിന് വിരോധമില്ല, പ്രദർശിപ്പിക്കുന്നതിന് തടസ്സമില്ല. ഉസ്താദിന്റെ മുന്നിലേക്ക് വരുമ്പോ 8ാം ക്ലാസ് 7ാം ക്ലാസ് 6ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ നല്ല മറവോടെയാ വരുന്നത്, മുത്തുമുത്തഖീങ്ങളായിട്ട്, മുത്തുമുമ്മിനീങ്ങളായിട്ട്. അതേ കുട്ടി 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആ കുട്ടിക്ക് ആഫ് കൈയുണ്ടോ പലപ്പോഴും സംശയ. അരക്കൈ നമ്മളെ മനസ്സിലേക്കൊന്നും തോന്നുന്നില്ലേ? അല്ലാഹു തആല നാളെ ആഖിറത്തിൽ ചോദിക്കുന്ന ഒരു ഭാരിച്ച ചോദ്യമുണ്ട് അമാനത്തിനെ പറ്റി. മക്കൾ അല്ലാഹു തന്ന അമാനത്താണ്. മറുപടി പറയാതെ കാൽപാദം മുന്നോട്ട് വെക്കാൻ കഴിയില്ല. മറുപടി പറയാതെ എന്നിട്ട് അരക്കൈയും മുക്കാക്കൈയുമായിട്ട് അവരെ വിടുന്നു. മദ്രസയിലേക്കുള്ള ഉസ്താദിന് മാത്രമേ കാണുന്നതിന് തടസ്സമുള്ളൂ. നല്ല ബുർഖൊക്കെ ധരിച്ച് മഫ്തൊക്കെ ഇട്ട് നല്ല റാഹത്തോടെ വരുന്നു. അത് കഴിഞ്ഞാൽ ഒക്കെ വലിച്ചെറിഞ്ഞ് ഒരു സ്പ്രിങ് മോഡലുള്ള ഒരു തട്ടം, അത് പാതി തലയിലും പാതി തൂളിലുമായിട്ട്. ആരായി പോകുന്നത്? നമ്മുടെ മക്കളാ, നമ്മുടെ പേരമക്കളാ. തട്ടമിട്ട് പോയാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കൊന്നുമില്ല. മക്കനിട്ട് പോയാൽ പുറത്താക്കൊന്നുമില്ല. ഇനി പുറത്താക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ തന്നെ സൃഷ്ടിച്ചതാന്നാ ഞാൻ പറയുന്നത്. കാരണം നമ്മൾ മിക്ക ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇടക്കാലത്തൊന്നും ഇട്ട് പോകുമ്പോ പലരും പറയും, ഇതെന്താ ഇന്നലെ മിഞ്ഞാന്നും കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഇല്ലാത്ത ക്ലാസ്സിന് മാത്രം, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ പിന്നെ അവിടെ മാത്രം നമ്മൾ ചൂടായിട്ട് കാര്യം ഉണ്ടാകും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ ഭാവിയുടെ ബാസുരതയ്ക്ക് വേണ്ടിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിലും സ്ത്രീ പീഡന കേസുകൾ അനുദിനം വർദ്ധിക്കുകയാണ്. എത്ര നിയമങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്? എത്ര നിയമങ്ങളുണ്ട് സഹോദരന്മാരെ? നിർത്താൻ കഴിയുന്നുണ്ടോ? അത് നിർത്താൻ കഴിയുമെങ്കിൽ ഒരേ ഒരു വിഷയം മാത്രമാണ്, ആ രൂപത്തിലുള്ള അച്ചടക്ക ബോധത്തോടുകൂടെയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയല്ലാതെ വേറെ മാർഗമില്ല. വകുപ്പുകളെ കൊണ്ട് ആ വിഷയം നിർത്താൻ കഴിയൂല. നിയമാവലികളെ കൊണ്ട് മാത്രം ആ വിഷയം നിർത്താൻ കഴിയൂല. നല്ല അച്ചടക്കത്തോടുകൂടെ
ഉമ്മയും നടക്കേണ്ടത് അതേ അച്ചടക്കത്തോടെയാണ്, ഉമ്മാമയും നടക്കേണ്ടത് അച്ചടക്കത്തോടെയാണ്, ഉപ്പയും നടക്കേണ്ടത് അച്ചടക്കത്തോടെയാണ്. എന്തൊരു ഹയാ ആണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ജീവിതത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്. ആ കുട്ടിക്കാലത്തൊക്കെ കണ്ടു പരിചയമുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 18 വയസ്സ് പ്രായമേ ഉള്ളൂ. തങ്ങളിലേക്ക് വന്ന ശേഷം മറ്റുള്ള ആളുകളിലേക്ക് രംഗപ്രവേശനം ചെയ്യാതെ കുട്ടിക്കാലം മുതൽക്ക് നല്ല സൗന്ദര്യമുള്ള മഹതിയായിട്ടും നല്ല അച്ചടക്കത്തോടെ ജീവിച്ചു. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്നും താമസിക്കുന്ന വീട്ടിന്റെ ഉള്ളിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരവും മറവ് ചെയ്യപ്പെട്ടപ്പോൾ പിന്നെ ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നത് ശരീരം മുഴുവനും മറച്ച് ഭദ്രമാക്കി ബന്ദവസാക്കിയ ശേഷമാണ്. ഹയാഅം മിൻ ഉമറ, ഉമർ തങ്ങളുണ്ടല്ലോ എന്നൊരു നാണമാണ്, ഈമാനിന്റെ നാണമാണത്. ഈമാനുള്ളത് കൊണ്ടാണ് ആ ഹയാ വന്നത്. ഇതൊക്കെ അഴിച്ചിട്ട് പോകുമ്പോഴുള്ള തെളിവെന്താണെന്നറിയോ? ഈമാനില്ല. ഹയാ ഇല്ലെങ്കിൽ പിന്നെന്ത് ഈമാനാണ്? അങ്ങനെ ഹയാ ഇല്ലാത്തവരാക്കി നമ്മുടെ സമൂഹത്തെ നമ്മൾ മാറ്റരുത്. സ്ത്രീ സമൂഹത്തിന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വില കൽപ്പിച്ചിട്ടുണ്ട്. ആ നിലവാരത്തോടുകൂടെ തന്നെ അവരെ സൂക്ഷിക്കണം. ഞാൻ എന്റെ ഉപ്പമാരോട്, സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോടൊക്കെ ഉണർത്തുകയാണ്. പലരും വിചാരിക്കും ഉസ്താദുമാരെ പെണ്ണുങ്ങള് അവരങ്ങനെ പോയില്ലെങ്കിൽ ഇതൊരു മോശാണല്ലേ. ഉസ്താദുമാര് മൂപ്പര് ഉസ്താദിന്റെ പെണ്ണാണ് പോണ് ഭാര്യ. സുബ്ഹാനല്ലാഹ്, അതിന് ബുർഖൊന്നുമില്ലല്ലേ. നേരെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇയാളെ ഭാര്യ പോകുന്നു. തട്ടം പോലും ഇല്ല, തലയിൽ നിൽക്കുന്നൊരു തട്ടം പോലും ഇല്ല. മൂപ്പരാണ് 1 മണിക്കൂർ മുമ്പ് ഉസ്താദിന്റെ ഭാര്യയിലെ പോയത്. തട്ടക്കെട്ടും മക്കനെ കെട്ടുണ്ട്, ഒരു കൊടം ചൂടിട്ടാ പോകുന്നത്. ഒരു ബുർഖടാത്തോണ്ട് മൂപ്പര് വല്ലാതെ പറയാണ്, ഇയാളെ ഭാര്യന്റെ തലയിൽ തട്ടം പോലും ഇല്ല, നേർക്ക് നിൽക്കുന്ന തട്ടം. നിയമത്തിൽ മാറ്റണ്ടോ? എല്ലാവരും ഒക്കെ ഒരേ നിയമല്ലേ? ഉസ്താദിന്റെ ഭാര്യയാകുമ്പോ തട്ടം ശരിക്കുന്ന മക്കനിടണം. ഉസ്താദ് അല്ലാത്തവരെ ഭാര്യയാകുമ്പോ തട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി കുഴപ്പമില്ല, ഏതെങ്കിലും ചെറിയൊരു ഉടുപ്പ് കുഞ്ഞുടുപ്പിട്ട് പോയാലും മതി, എന്നാലും പ്രശ്നമില്ല. അങ്ങനൊന്നുമില്ല. നിയമം എല്ലാവർക്കും ഒന്നാണ്, എല്ലാവർക്കും ഒരൊറ്റ നിയമമാണ്, ഇതിന് മാറ്റൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, നമ്മൾ ഏറ്റവും പിശുക്കുന്ന ഒരു സംഗതിയാണ് രണ്ടാമത് ഇഷ്ടമുള്ളത്, വത്വീബു, സുഗന്ധം. ഒരത്തർ വാങ്ങി അതൊന്ന് തീർന്നിട്ടണമെങ്കിൽ കൊല്ലത്ര കഴിയണം. ഒരത്തർ വാങ്ങിയിട്ട് തീർന്നിട്ടണമെങ്കിൽ കൊല്ലത്ര കഴിയണം. തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ത്വീബ്. ഏതെല്ലാം സന്ദർഭങ്ങളിൽ ത്വീബ് പുരട്ടണം? മിക്ക സന്ദർഭങ്ങളിലും ത്വീബ് പുരട്ടണം. നിസ്കാരം അതിൽ പ്രത്യേക ഒന്നാണ്. ദിക്റും സ്വലാത്തും ഖുർആനോത്തും അതിൽ പ്രത്യേകം ബഹുമാനമുള്ളതാണ്. പക്ഷേ പുറത്തേക്കൊരു കല്യാണത്തിന് പോകുമ്പോ മാത്രം, അങ്ങാടിയിലേക്കൊന്ന് ഇറങ്ങുമ്പോ മാത്രം പോരാ. വെള്ളിയാഴ്ച പോകുന്ന സമയത്തും നല്ല ത്വീബ് പുരട്ടണം. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോ പ്രത്യേകം അത്തർ പുരട്ടണം. 5 വക്ത് ജമാഅത്തിന് പോകുമ്പോഴും പുരട്ടണം. കച്ചവടം ചെയ്യുന്ന ആള് കച്ചവട കടയിലേക്ക് പോകുമ്പോ ത്വീബ് പുരട്ടണം. അതേ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സദ്യയിലേക്കാ പോകുന്നത്, അത്തർ പുരട്ടണം. അതുപോലെ തന്നെ സഹോദരിമാര് അത്തർ പുരട്ടേണ്ടത് കൂടുതലും വീട്ടിലാണ്. അത്തർ കൊണ്ട് മറ്റുള്ളവരെ മണപ്പിച്ചിട്ട് അത്തറിന് ഇത്ര മണുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ മണം എത്ര ആയിരിക്കും എന്ന് തോന്നിപ്പിക്കരുത്. ഒരാൾ അത്തർ കൊണ്ട്, ഒരു പെണ്ണിന്റെ അത്തർ കൊണ്ട് മറ്റൊരാൾക്ക് മോഹം വന്നേക്കരുത്. അത് വലിയ ദൂഷ്യതയുള്ള സംഗതിയാണ്. പിന്നെയോ വീട്ടിന്റെ അകത്ത് കുളിച്ചു കഴിഞ്ഞാൽ അത്തർ ഭൂഷണം. അതുപോലെ തന്നെ ആർത്തവകാരികളുടെ ആർത്തവ കുളി കഴിയുന്ന സമയത്ത് അവര് പ്രത്യേകം പരുത്തിയിലാക്കിയിട്ട് സുഗന്ധം കൊണ്ട് ഉപയോഗിക്കേണ്ട മേഖലകളിൽ ഉപയോഗിക്കണം. അത് പ്രത്യേക സുന്നത്തുള്ള സംഗതിയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. അത് സഹോദരിമാർക്ക് മാത്രം ബന്ധപ്പെട്ടൊരു വിഷയമാണ്. കുളിച്ചു കഴിയുമ്പോ ഉമ്മമാരെ, നമ്മുടെ വീട്ടിന്റെ അകങ്ങളിൽ വസ്ത്രങ്ങൾ മാറുമ്പോ അത്തർ തേക്കുന്നത് സുന്നത്താണ്. നിസ്കാര കുപ്പായം നല്ല അത്തർ പൂശുന്നത് നല്ലതാണ്. ഖുർആൻ ഓതാനിരിക്കുന്ന സ്ഥലത്ത് സുഗന്ധം അടിച്ചു വീശുന്നത് നല്ലതാണ്. മൗലിദിന്റെ സദസ്സിലും സുഗന്ധം അടിച്ചു വീശുന്നത് നല്ലതാണ് എന്നും ഹദീസ് പറയുമ്പോ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ ഹദീസ് പറയുമ്പോ അവിടെ
അവിടെ സുഗന്ധം പുകയിപ്പിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ സുഗന്ധം പുകയിപ്പിക്കുന്ന സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അവിടെ സുഗന്ധം പൂശാനായിട്ട് പുകയിപ്പിക്കാനായിട്ട് ചെറിയ ഒരു പാട്ടയുണ്ടായിരുന്നു. അതിലതാ സുഗന്ധത്തിന്റെ കരികൾ കൊണ്ടുവന്നിട്ട് ആ സുഗന്ധത്തിന്റെ ചെറിയ ചെറിയ മരത്തിന്റെ കഷ്ണങ്ങൾ വെക്കുമ്പോ നല്ല സുഗന്ധമുള്ള പുക സദസ്സിലേക്ക് അടിച്ചു വീശുന്നു. ആ സുഗന്ധം ആസ്വദിക്കുമ്പോ അപ്പുറത്ത് നിന്ന് കിട്ടുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവിൽ നിന്ന് നിർഗളിക്കുന്ന ഇൽമുകളാണ്. ഹദീസ് പറയുന്നത് മൗലിദിന്റെ സദസ്സിൽ മാത്രം പോരാ, ഖുർആൻ ഓതുമ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു സാധനമാണ് അത്തർ. കൂടെ കൊണ്ട് നടക്കണമല്ല ചിലതൊക്കെ, ഇതിൽപ്പെട്ട ഒന്നാണ്. കുഞ്ഞുങ്ങൾ രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോ സ്കൂളിലേക്ക് പോകുമ്പോ അവരുടെ ഡ്രസ്സിൽ നല്ല അത്തർ പൂശി കൊടുക്കും. നല്ലതാണ്. നല്ല വാസനയിലും നല്ല അന്തരീക്ഷത്തിലും പഠിക്കണം കുട്ടികൾ. അപ്പോൾ നല്ല ബുദ്ധിവൈഭവം ഉണ്ടാകും, നല്ല വാസന ഉണ്ടാകണം. നല്ല വാസന ഉണ്ടാകുമ്പോ ബുദ്ധി ഇങ്ങനെ കൂടി വരും. മൻ ത്വാബ റീഹുഹു സാദ അഖ്ലുഹു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചല്ലോ. നല്ല വാസന ഉണ്ടാകുമ്പോ ബുദ്ധി കൂടി വരും. എന്തെങ്കിലും ചീഞ്ഞളിഞ്ഞ വാസന വരുമ്പോ അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പാഠഭാഗങ്ങൾ മനസ്സിലാക്കാനും നിർദ്ദിഷ്ടമാക്കാനും കുറവ് വന്നു പോകും. അത് വരരുത്. നല്ല സുഗന്ധവാസനമാണ്. ഹദീസ് എഴുതുന്ന സമയത്തൊക്കെ നല്ലോണം സുഗന്ധം പുകയിപ്പിച്ചിരുന്നു വലിയ വലിയ മഹാപണ്ഡിതന്മാർ. സുഗന്ധം ഹദീസ് പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ചെയറിലേക്ക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വരുമ്പോ ഒന്ന് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് അത്രയൊക്കെ പുരട്ടി തലപ്പാവൊക്കെ ധരിച്ച് ബഹുമാനത്തോടെ വന്നിരുന്ന ഹദീസ് പറയൂ. ഞാൻ അത്ര വിവിധ സന്ദർഭങ്ങളിൽ പൂശേണ്ടതുണ്ട്. ചില ആളുകൾക്കൊക്കെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത്ര പൂശുന്ന കഫംപുടയിൽ മാത്രം, അതിന്റെ ഇടക്കൊന്നും ഉണ്ടാവൂല. അങ്ങനെ ആകാൻ പാടില്ല, അങ്ങനെ ആകാൻ പാടില്ല. അത്ര പിശുക്കണ്ട, നല്ലോണം തേച്ചു, നല്ലോണം വാസനിക്കട്ടെ അത്ര, അല്ലേ? ചിലര് അത്ര കുറച്ച് തേക്കും ഇവിടെ അങ്ങനെ. എന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും, അറബികൾ അത്രക്ക് നല്ലോണം മണക്കുണ്ടല്ലോ, നമ്മൾ അത്ര എന്താ മണക്കാത്ത? അറബികൾ നല്ലോണം തേക്കുണ്ട്, അതുകൊണ്ട് അവർക്ക് ആ ബുഖലില്ല. അവരത്രയൊക്കെ നോക്കണേ. ഒരു ചെറിയ ഒരു അത്ര അവരെ കയ്യിലുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് തീരും. നമ്മളുടേത് 15 മാസമായാലും കുറച്ചുകൂടി ബർക്കത്തിനോടുണ്ടാവും, തീരൂല. നല്ലോണം ഉപയോഗിക്കേണ്ട ഒന്നാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. തങ്ങൾ തന്നെ തീബാണ്, അവിടുത്തെ ശരീരം മുഴുവൻ സുഗന്ധമാണ്. തങ്ങളൊരു വൈക്ക് ഇങ്ങനെ പോയി എന്ന് കണ്ട സ്വഹാബത്തിന് പെട്ടെന്ന് മനസ്സിലാവും, ഈ തോട്ടത്തിലേക്ക് കയറിയിട്ടുണ്ട്, ഈ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്, തങ്ങളെ നല്ല സുഗന്ധം വാസനിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് തങ്ങൾ ഇറങ്ങിയെന്ന് കാണുമ്പോഴേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ കതക് തുറന്ന് കാത്തു നിൽക്കുന്ന തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് അവിടെ സുഗന്ധ വാസന എത്തിച്ചേരും. അത്രയും വലിയ സുഗന്ധമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആസ്വദിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ദുനിയാവിൽ മദ്ഹ് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തം കൊടുത്ത ഒരുപാട് മഹാന്മാരുണ്ട് ചരിത്രത്തിൽ. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. മരിക്കുന്നത് വരെ അവരെ നെറ്റിയിൽ നിന്ന്, അവരെ കവിൾത്തടങ്ങളിൽ നിന്ന്, അവരുടെ തലഭാഗങ്ങളിൽ നിന്ന് അത്തർ വാസനിച്ചിരുന്നു. തങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് തീബ്. മൂന്നാമതായി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വജുഇലത്തു ഖുർറത്തു ഐനി ഫിസ്സലാ.